നമസ്കാരം. ജി പതുക്കെ ഒട്ടിച്ച തലയങ്ങ് ഊരിപ്പിച്ചു. കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കോവിഡ് ഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി ഫോട്ടോ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നീക്കം ചെയ്തത്. ഇനിയിപ്പോൾ ശൗചാലയത്തിൽ മാത്രമായിരിക്കുമോ മോദിയുടെ ചിത്രം ഉണ്ടാകുക? ബസ് അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർ ഇറങ്ങി ഓടുന്നത് പോലെ എന്നൊക്കെയുള്ള കമൻറ്റുകൾ പാസാക്കി സോഷ്യൽ മീഡിയകളിൽ ജനം മോദിയെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച വാക്സിൻ്റെ കോവിഡ് ഷീൽഡ് എന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നമാണ് മോദി സർക്കാരിൻ്റെ പരിപൂർണ ഒത്താശയോടുകൂടി ഇന്ത്യയിലും വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടത്. ആഗോളതലത്തിൽ വിറ്റഴിക്കപ്പെട്ട കേംബ്രിഡ്ജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര ഔഷധ കമ്പനി ആസ്ട്രാസെനക്കയുടെ COVID-19 പ്രതിരോധ വാക്സിൻ അപൂർവ സൈഡ് എഫക്റ്റുകൾക്ക് കാരണമായേക്കാമെന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ഇന്ത്യ അടക്കം മറ്റെല്ലാ രാജ്യങ്ങളിലും വാക്സിൻ എടുത്ത ജനങ്ങളുടെ ഭയാശങ്കകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് ഷീൽഡ്, വാക്സിവേറിയ തുടങ്ങിയ ബ്രാൻഡ് നാമങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന വാക്സിനെ പറ്റിയാണ് UK ഹൈക്കോടതിയിൽ ഫെബ്രുവരി മാസത്തിൽ സമർപ്പിക്കപ്പെട്ട നിയമരേഖകളിൽ ഈ വെളിപ്പെടുത്തൽ. ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം അഥവാ TTS എന്ന അപൂർവ പാർശ്വഫലത്തിന് ഈ വാക്സിൻ പ്രയോഗം കാരണമായേക്കാമെന്നാണ് ആസ്ട്രാസെനക്ക കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. ഈ വാക്സിൻ പ്രയോഗത്തിൻ്റെ വിനാശകരമായ കെടുതികൾക്കെതിരെ നിരവധി കുടുംബങ്ങൾ UK ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 2021 ഏപ്രിലിൽ വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് സ്ഥായിയായ മസ്തിഷ്കഹാനി സംഭവിച്ച 2 കുട്ടികളുടെ പിതാവ് ജാമ്യാസ് കോട്ടിന്റെ പരാതിയിലാണ് ഇപ്പോഴത്തെ കേസിന്റെ ഉത്ഭവം. 2024 ഏപ്രിൽ 29 വരെ രാജ്യത്ത് 174,94,17,978 ഡോസ് വാക്സിൻ കുത്തിവെച്ചതായി കേന്ദ്ര സർക്കാരിൻ്റെ കോവിൻ പോർട്ടൽ ഡാഷ്ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. 2021 ജനുവരിയിൽ ആരംഭിച്ച പ്രതിരോധ കുത്തിവയ്പ് പരിപാടി ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ പദ്ധതി എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. തീർച്ചയായും സമൂഹത്തിൽ സൃഷ്ടിച്ച അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ എന്തെന്ന് ഇനിയും വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി പൂനെയിലെയും ഹൈദരാബാദിലെയും വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻ പ്രചാരണ പരിപാടികളുടെയൊക്കെ അകമ്പടിയോടെ സന്ദർശിച്ച് അതിൻ്റെ ഉടമകളുമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തി വാക്സിൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. പാത്രം കൊട്ടി കൊറോണ വൈറസിനെ അകറ്റാൻ നടത്തിയ അന്ധവിശ്വാസ കോപ്രായങ്ങൾക്ക് ശേഷമായിരുന്നു ഗുരുതരമായ പാർശ്വഫലങ്ങളോടുകൂടിയ വാക്സിനിലേക്കുള്ള മോദിയുടെ എടുത്തുചാട്ടം.